രക്ഷിക്കപ്പെട്ട ഓരോരുത്തർക്കും ഓരോ ദൈവ പൈതലിനും കർത്താവ് ഒരു വഴി വച്ചിട്ടുണ്ട്. ആ വഴി തന്നെ നമ്മൾ പോകേണ്ടതാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും ആ വഴി മാറി നമ്മൾ പുതിയ വേറെ വഴികളിൽ പോകുന്നു. ചില ഷോർട്ട് കട്ട്സിൽ പോകുന്നു. ഇതുകൊണ്ട് നമ്മുടെ ആത്മീകമായ ജീവിതത്തിൽ വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് ഇന്നത്തെ മെസ്സേജിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇത് arraysanshane.in യൂട്യൂബ് ചാനൽ മലയാളം വെർഷൻ. ഞാൻ ഖത്തറിൽ പ്രിയപ്പെട്ട സഹോദരൻ. വരൂ, ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് കിടക്കാം. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിയും കർത്താവ് ഒരു പർട്ടിക്കുലർ വഴിയിൽ കൂടി നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ വഴി നമ്മൾ ഒരിക്കലും നമ്മൾ മറക്കരുത്. അങ്ങനെ മറക്കുന്നത് ദൈവഹിതവും അല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യമായി ആവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ ജനങ്ങളെ നടത്തിയ വഴികളെക്കുറിച്ച് കർത്താവ് ഒരു റിമൈൻഡർ കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ മക്കളെ എങ്ങനെയാണ് വഹിച്ചു നടത്തുന്നത് പോലെയാണ് ഞാൻ നിങ്ങളെ നടത്തിയത് എന്ന് ദൈവം ഓർമ്മിപ്പിച്ച് അത് നിങ്ങൾ കണ്ടുവല്ലോ, നിങ്ങൾ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന വഴികളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്തെന്ന് വെച്ചാൽ കർത്താവിൻ്റെ വഴികൾ എല്ലാം ചൊവ്വയാണ്, എല്ലാം നീറ്റായിട്ടുള്ള വഴികളാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഹോശിയ പ്രവചനം 14-ാം അധ്യായം അവസാനത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ വഴിയിൽ കർത്താവ് നടത്തുന്ന വഴി വിട്ട് നമ്മൾ വേറെ വഴിയിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മളൊരു ഡെഡ് എൻഡിലേക്ക് എത്തുകയാണ്. അതിന് കവിഞ്ഞ് വേറെ വഴിയില്ലാതെ മടക്കി നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു വരേണ്ട ഒരു ഗതികേട് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. സോ ദൈവം നടത്തുന്ന വഴികളിൽ തന്നെ നമുക്ക് തുടർന്ന് നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നടക്കുന്ന ചില വഴികൾ നമുക്ക് നല്ലതായി തോന്നും. അത് നടക്കുന്നത് ഇതിങ്ങനെ ചെയ്താൽ എനിക്ക് ഇതൊക്കെ ഭവിക്കുമല്ലോ, ഇതൊക്കെ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള ഒരു ഐഡിയയിൽ നമ്മൾ നടക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നടക്കുന്ന വഴികൾ എങ്ങനത്തെ വഴികളാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് ഒരു മരണകരമായ വഴികളാണ് എന്ന് സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വയായി തോന്നാം, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ എന്ന് നമ്മൾ വായിക്കാൻ ഇടവരുന്നുണ്ട്. സോ നമ്മൾക്ക് തോന്നാം ചിലപ്പോൾ ഇത് നല്ലൊരു വഴിയാണെന്ന് തോന്നി നമ്മൾ അതിലേക്കൂടി ട്രാവൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവം അതിൻ്റെ എൻഡ് കാണുകയാണ്. അതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്ന് ദൈവത്തിനറിയാം. സോ അതൊരു മരണ വഴിയാണ് എന്ന് ദൈവം അറിയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ വഴി നമുക്ക് ചൊവ്വയായി തോന്നുന്നു, പക്ഷെ ദൈവത്തിന് മാത്രമേ അത് നല്ല വഴിയാണോ എന്ന് അറിയാൻ സാധിക്കുന്നുള്ളൂ. സോ ഇതുകൊണ്ട് ആണ് യെശയ്യാ പ്രവചനത്തിൽ 55-ാം അധ്യായം 8-ാം വാക്യത്തിൽ, നിങ്ങളുടെ വിചാരമല്ല എൻ്റെ വിചാരം, നിങ്ങളുടെ വഴിയല്ല എൻ്റെ വഴി എന്ന് നമ്മൾ വായിക്കാൻ ഇടവരുന്നത്. സോ പലപ്പോഴും നമ്മളുടെ വഴികളിൽ നമ്മൾ നടക്കുമ്പോൾ, നമുക്ക് ചൊവ്വയായി തോന്നുന്ന വഴികളിൽ നടക്കുമ്പോൾ അത് ദൈവം വിധിക്കുന്ന വഴിയല്ല. ചിലർ ഇഷ്ടമുള്ള വഴികളും അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളും ദൈവത്തോട് പറഞ്ഞ് അതിൽ തന്നെ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നവർ പോലുമുണ്ട്. സോ ഇങ്ങനത്തെ പ്രാർത്ഥനകൾ പലപ്പോഴും ദൈവം കേൾക്കാത്തതിൻ്റെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതുകൊണ്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ കാണുന്നതല്ല ദൈവം കാണുന്നത്. സോ ഇതിനെക്കുറിച്ച് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ ഒരു രാജാവിൻ്റെ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ കാണാൻ ഇടവരുന്നുണ്ട്. അവൻ്റെ വഴികളെ ദൈവം തൂക്കി നോക്കുകയും അതിനെക്കുറിച്ച് ദൈവം കുറവുള്ളതായി കണ്ടതായും ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് വായിക്കാൻ ഇടവരുന്നുണ്ട്. സോ ഇതുപോലെ നമ്മളുടെ വഴികളെ ദൈവം തൂക്കി നോക്കുമ്പോൾ പലപ്പോഴും കുറവുള്ളതായി കാണുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മളുടെ വലിയ ഒരു തോൽവിക്ക് കാരണമായി തീരാൻ സാധിക്കുന്നുണ്ട്. ആ രാജാവിൻ്റെ ഒരു തോൽവി തന്നെയായിരുന്നു, ആ തൂക്കി നോക്കിയതിൻ്റെ അവസാനം ഒരു തോൽവി തന്നെയായിരുന്നു. സോ അങ്ങനത്തെ ഒരു സന്ദർഭം നമ്മളുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഒരുത്തിൻ്റെ വഴി യഹോവയ്ക്ക് ഇഷ്ടമായാൽ അവൻ്റെ ശത്രുക്കളെ പോലും അവനോട് ഇണയ്ക്കും എന്ന് സദൃശവാക്യങ്ങളിൽ നമ്മൾ ഒരു സ്ഥലത്ത് വായിക്കാൻ ഇടവരുന്നുണ്ട്. സോ ഇതുപോലെ
നമ്മുടെ വഴി യഹോവയ്ക്ക് ഇഷ്ടമായി തീരണം. യഹോവയ്ക്ക് ഇഷ്ടമായി തീരുമ്പോൾ മാത്രമാണ് അത് നമ്മൾക്കത് അനുഗ്രഹമായി തീരുന്നത്. യഹോവയുടെ വഴി കുറവില്ലാത്ത വഴിയാണ്. അതിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് എല്ലാം തന്നെ അനുഗ്രഹമായി തീരാൻ ഇടവരുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ വായിച്ചതുപോലെ ഓസിയ പ്രവചന പുസ്തകം 14-ാം അധ്യായം അവസാനത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ യഹോവയുടെ വഴികൾ ചെവ്വയുള്ളവയല്ലോ, നീതിമാൻ അവയിൽ നടക്കുന്നു എന്ന് വായിക്കുന്നു. സോ നീതിമാന്മാർക്ക് മാത്രമേ യഹോവയുടെ വഴിയിൽ നടക്കാൻ സാധിക്കുന്നുള്ളൂ. മറ്റവർക്ക് അതിക്രമക്കാർക്കോ അവയിൽ ഇടറി വീഴുന്നു എന്ന് കാണും. അപ്പോൾ യഹോവയുടെ വഴി എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, യഹോവയായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാകണം. ദൈവമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ യഹോവയുടെ വഴിയെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റവരുടെ വഴികളിൽ നമ്മൾ പോയി, അല്ലെങ്കിൽ മറ്റവർ പോയ പാതകളിൽ നമ്മൾ ചെന്ന് നമ്മൾക്ക് വഴിയില്ലാതെ തിരിച്ച് പലപ്പോഴും നമ്മളിങ്ങനെ കറങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് എത്താൻ ഇടയാകും. സോ അതുകൊണ്ടാണ് 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും എന്ന് നമ്മൾ കാണാൻ ഇടയാകുന്നത്. സോ ദൈവം നമ്മൾക്ക് ഉപദേശിക്കുന്നുണ്ട്. ആ വഴിയിൽ നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നമ്മൾ നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഒരു തോൽവിയാണ്, അല്ലെങ്കിൽ നമുക്കതൊരു വിജയമായി മാറ്റാൻ സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ചെന്ന് പല ആവശ്യമില്ലാത്ത കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലുമാണ് ചെല്ലുന്നത്. സോ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ മടങ്ങി വന്ന് ദൈവ വഴികളിലേക്ക് നമ്മൾ തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ദൈവം ഉപദേശിച്ചു തരുന്ന ആ പാതയിൽ നമ്മൾ ഓരോ ദിവസവും നടക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും ദൈവം വച്ചിരിക്കുന്ന പാതയിലും നമ്മൾ കറക്റ്റായിട്ട് ചെന്ന് ചേരാൻ സാധിക്കുന്നുണ്ട്. അത് വിട്ടിട്ട് നമ്മൾ ചുമ്മാ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വഴികളിലും നമ്മൾക്ക് തോന്നുന്ന വഴികളിലും നമ്മൾ നടക്കുന്നത് നമ്മൾ കൈവിടേണ്ടിയിരിക്കുന്നു. അങ്ങനെ കൈവിട്ടാൽ മാത്രമേ ദൈവം നമ്മൾക്ക് ഉപദേശിക്കാൻ കഴിയുന്നുള്ളൂ. നീതിമാന്മാർക്ക് മാത്രമേ ദൈവം ഈ വഴികളെ ഉപദേശിച്ച് തരുന്നുള്ളൂ. സോ നമ്മളുടെ വഴികളെ നമ്മൾ റെഡിയാക്കാം. അതേപോലെ ദൈവവചനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ഓരോ ദിവസവും നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ദൈവം നമ്മൾക്കത് ഉപദേശിച്ച് തരും. ഉപദേശിച്ച് തന്ന് അവൻ്റെ വഴിയിൽ നമ്മൾ നടത്തുന്നു. ആ വഴി വളരെ ചൊവ്വയുള്ള വഴിയാണ്. ആ വഴിയിൽ യാതൊരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാകുകയില്ല. അഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നമ്മൾക്ക് അനുഗ്രഹത്തിനായിട്ടുള്ള ഒരു പാതയായി തന്നെ അത് മാറാൻ ഇടയാകും. അതുപോലെ നമ്മളെ നിലനിർത്തുന്ന പാതയായി തീരും. ആ വഴിയുടെ അവസാനത്തിൽ നമ്മൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിൽ എത്താനും അത് നമുക്ക് സാധിക്കുന്നതാണ്. സോ ഈ വഴിയിൽ നമുക്ക് നടക്കാം. ദൈവവചനത്തിൽ പ്രകാരം ജീവിച്ച് അവൻ്റെ വരവിൽ നമുക്ക് ചെന്നു ചേരാൻ സഹായിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കുമെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ araysunshine.in എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ തമിഴ് വെർഷനും ഇതേ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.